എൻ്റെ വല്യമ്മ നൽകിയ വള, ചിറ്റ നൽകിയ വള, വാവയുടെ അപ്പൂപ്പൻ ഇട്ട് കൊടുത്ത തള, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങിയ അൺബോക്സിംഗ് ആയിരുന്നു ഇത്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടോ? ഈ കൊച്ചിന് പോലും വിഷമം വരുന്നുണ്ട് തോന്നുന്നു. കൊച്ചു തന്നെ ഇരിക്കണുണ്ടോ? ഇതൊക്കെ എങ്ങനെ നന്നാക്കൂടെ എന്നുള്ള രീതിയിൽ അല്ലേ മോനെ? ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ എൻ്റെ ഈ ചുറ്റുവട്ടത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് രാഗമോളുടെ നൂലുകെട്ടിനും പേരിടലിനും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി എന്നോട് എൻ്റെ ഹസ്ബൻഡ് വളരെ തമാശയായിട്ട് പറയാറുണ്ട്, ഇതിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് പറയുകയാണെന്ന്. അതായത് ഒരു പരിപാടി നടത്തുക, ആ പരിപാടിയുടെ തലേ ദിവസത്തെ നമ്മുടെ ഒരു ഒരുക്കങ്ങൾ കാണിക്കുക, പരിപാടി കാണിക്കുക, അതിനുശേഷം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ശീലമായി മാറിയെന്ന്. അത് സത്യമാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു വളരെ ചെറിയൊരു ഫംഗ്ഷനാണ് നടത്തിയത്. എന്നിരുന്നാൽ പോലും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും ഓരോ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഒപ്പം തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കുഞ്ഞാളുടെ പേരിടലിനാണല്ലോ ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ ഈ കുഞ്ഞാളെ എങ്ങനെ കൊണ്ടുവരാതിരിക്കുക എന്നോർത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. പക്ഷേ ഞങ്ങൾ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ നോർമലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുഴുവൻ കിടന്നുറങ്ങും. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര ജിങ്കലാല ഫ്രഷായിട്ട് ഞങ്ങൾ ചാടി ഇറങ്ങി വരും. പിന്നെ ഞങ്ങൾ ഉറങ്ങത്തേയില്ല. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞു വാവ ഉണ്ടായിട്ട്. ഇപ്പോഴും ഇന്ന് ഞങ്ങൾ ഉറങ്ങിയത് രാവിലെ 7 മണിക്കാണ്. രാത്രി 12 മണി മുതൽ രാവിലെ 7 മണി വരെ ഭയങ്കര ഫ്രഷ് ആൻഡ് ആക്റ്റീവായിരുന്നു. ഈ ന്യൂ മദേഴ്സിനോടൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കൾ ഇങ്ങനെ തന്നെയാണോ? രാവിലെ മുഴുവൻ കിടന്നുറങ്ങുക, രാത്രി എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക, ഇങ്ങനെ തന്നെയാണോ? ഏതായാലും ഇവിടെയുള്ള ആൾ അങ്ങനെയാണ്. അതാ കിടന്നുറങ്ങുന്നതൊക്കെ പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ്, കണ്ടോ? കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെയാണ് കിടന്നുറങ്ങുക. അപ്പോൾ ഏതായാലും ഉറങ്ങുന്ന ആളെ നമുക്ക് ഉറക്കാൻ വിട്ടിട്ട് നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബാ. അപ്പം നമുക്ക് ആദ്യത്തെ ഗിഫ്റ്റ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റിന് തുടങ്ങാം. ഇത് നമ്മുടെ ഓഫീസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനറായിട്ടുള്ള റീജ ചെയ്ത് തന്ന ഗിഫ്റ്റായിരുന്നേ. റീജയ്ക്ക് ഇങ്ങനെ ഒരു മ്യൂസ് ബൈ ക്ലോഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു. ആ പേജിൽ ചെയ്ത് തന്ന ഗിഫ്റ്റാണ്. ഇങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു 3-4 സാധനങ്ങൾ. ചെറു കൈകളിൽ സ്വപ്നങ്ങളുടെ സുഗന്ധം, ചെറിയ ചുവടുകളിൽ വീട് മുഴുവൻ സംഗീതം, നക്ഷത്രം പോലെ വീണ നിന്റെ വരവോടെ ഞങ്ങളുടെ ലോകം പൂത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രാഗാജീവൻ പേരും നാളും ഒക്കെ എഴുതിയ ഒരു സാധനം. അത് കൂടാതെ നമ്മുടെ വീടിൻ്റെയൊക്കെ മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി തിങ് ആയി ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഇതെനിക്ക് തോന്നുന്നു ഇത് ട്രേ ആണെന്ന് തോന്നുന്നു. റീജോട് തന്നെ ചോദിക്കണം അതെന്താണ്, ഇതെന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. അതുപോലെ ഒരു കുഞ്ഞ് ബോക്സും രാഗാജീവൻ. ആക്ച്വലി എന്നോട് റീജ ഇൻവിറ്റേഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു, വാവയ്ക്ക് ഞാൻ കുറച്ച് ഗിഫ്റ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ പിന്നെ എന്താ ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ പേരിടലിന് മുന്നേ തന്നെ വാവയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ രാഗാജീവൻ എന്നാന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം വളരെ സമയം എടുത്ത് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകളാണ്. എനിക്ക് വളരെ ക്ലോസ്ഡ് ഹാർട്ടായിട്ട് തോന്നിയ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ കാണിച്ചത്. പണ്ട് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഗിഫ്റ്റുകൾ തുറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇപ്പം എൻ്റെ മോളുടെ ഗിഫ്റ്റുകളാണ് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങൾക്കും എന്നെപ്പോലെ പലർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ജയന്താണ്. അവൻ കൊണ്ട് തന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ജയന്തിൻ്റെ ഗിഫ്റ്റ് ഞാൻ അവസാനം തുറക്കാം. ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം. ഇതെന്താണെന്നറിയില്ല, കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. ഡ്രസ്സ് പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണെന്നൊന്ന് തുറന്നു നോക്കാവേ. കാര്യമായിട്ട് പാക്കിംഗ് ഉണ്ട്. ഇതേതോ കുട്ടികളുള്ള വീട്ടിലെ ആരോ തന്നാന്ന് തോന്നുന്നു. കാരണം കുട്ടിയുടെ ഇടാനുള്ള ഡ്രൈ മാറ്റ്, അതുപോലെ കുറേ വെറ്റ് വൈപ്സ്. ഇതൊക്കെ ആക്ച്വലി ഈ കുട്ടികളുള്ള വീട്ടിലല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വാവ ഒന്ന് പാല് കുടിച്ച് ഒന്ന് മേലെ തുടയ്ക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കുളിപ്പിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ മേലെ തുടയ്ക്കാനോ ഒക്കെയുള്ള വെറ്റ് വൈപ്സ് ആണിത്. ഇതാരാ തന്നേന്നുള്ളത് ഗോഡ് ബ്ലെസ് യുവർ ലിറ്റിൽ ഏഞ്ചൽ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരാന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരു 3 വെറ്റ് വൈപ്സും ഈ ഡ്രൈ മാറ്റുമാണ് ഇതിനകത്തുള്ളത്.
ഞാനും വിചാരിച്ചു ഇതെന്താണ് വ്യത്യസ്തമായ ഒരു പാക്കേജ് ആണല്ലോ എന്ന്. ഇതാണ് സംഭവം കേട്ടോ. ഇത് ഒബ്വിയസ്ലി ഒരു ഉടുപ്പാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്ന് തുറന്നു നോക്കട്ടെ. ആരാന്ന് എഴുതിയിട്ടുണ്ട്, ജോഫിസ് ആൻഡ് അനുൽ ആൻഡ് ലിയ. അത് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ 403 താമസിക്കുന്നവരാണേ. ഓ അച്ചോടാ, ഈ കുഞ്ഞുടുപ്പുകൾ എന്തൊരു ക്യൂട്ടാണല്ലേ. മറ്റൊരു ഇതിനൊരു ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് വാവേനെ ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ നോട്ടിയായ വാവ ഇതൊക്കെ വെക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഇതൊരു പാവയാണ്. സ്വാഭാവികമായിട്ടും ഒരു ടെഡ്ഡി ബിയർ ആവാനാണ് സാധ്യത. അതെ ആക്ച്വലി ഇപ്പോൾ വാവയ്ക്കാൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എടുത്ത് കളിപ്പിച്ചുകൊണ്ട് നടക്കാൻ എനിക്കാണ് തോന്നുന്നത്. കാരണം അവൾക്ക് ഇതൊന്നും കളിപ്പിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ആണെങ്കിൽ ഞാനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ നടക്കാം. ഇത് ആരാ തന്നേന്ന് എഴുതിയിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല രസമുള്ളൊരു സാധനം, ഒരു ടോയ്. അതെ, മറ്റൊരു ഉടുപ്പ് വരുന്നുണ്ട്. തുറക്കട്ടെ. ഇതൊന്നും പേര് എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പേരും കൂടെ ഒക്കെ എഴുതി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തിടാനുള്ള ഉടുപ്പാണിത് കണ്ടോ. പിന്നെ വാവയുടെ നൂലുകെട്ടിന് എല്ലാവരും വാവയ്ക്ക് ഗിഫ്റ്റ് തരുമ്പോഴത്തേക്കും ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരാൾ കൊണ്ടു തന്ന ഗിഫ്റ്റാണിത്. ഇത് എനിക്കുള്ള ഡ്രസ്സുകളാണ്. ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ് ദിയ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നൊക്കെ പറയണം കേട്ടോ. അതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള തോട്ടല്ലേ. എല്ലാവരും വാവയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ചേച്ചിക്കും കൂടെ വാവയുടെ അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാന്നുള്ളത്. ഈ 2 ഉടുപ്പുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓ, വീണ്ടും ഒരു ടോയ് വരുന്നുണ്ട് കുട്ടികളെ. ഇങ്ങനെ ഒരാള്, അതിൻ്റെ കൂടെ വാവയ്ക്കൊരു ഉടുപ്പ്. വാവയ്ക്ക് ഉടുപ്പ്, ഷൂസ് എല്ലാം ഉണ്ട്. ഇതാണ് അടുത്ത കുഞ്ഞിനുള്ള ഉടുപ്പും ഷൂസും ഒക്കെ. ഇതൊക്കെ ഞങ്ങൾ എവിടെ ഇടിച്ച് എവിടെ കൊണ്ടുപോകും എന്തോ ഈ കുഞ്ഞു സാധനമൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു റാബിറ്റും ഉണ്ട് കേട്ടോ. ബെന്നി, സ്മിത ആൻഡ് ഷാനൻ. ഇതും എൻ്റെ ഫ്ലാറ്റിലെ ആൾക്കാർ തന്നതാണേ. ഫ്ലാറ്റിലുള്ളവർ ഇതുപോലെ ഈ സെയിം മഞ്ഞുടുപ്പ് വാവയ്ക്ക് നേരത്തെ ആരോ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോനുവിൻ്റെ ഓഫീസിലെ കൊളീഗ്സ് തന്നെ. സെയിം മഞ്ഞുടുപ്പ്. എവിടെ നിന്നാണോ എല്ലാവരും ഒരേ സാധനം വാങ്ങിക്കുന്നത്? അയ്യോടാ ഷൂസ്, ബൂട്ടീസ് എന്നാണ് പേര്. ഷൂസ്. പിന്നെ ഇതെന്താ, റോംപർ. ഫുള്ളിങ്ങനെ രാത്രിയൊക്കെ തണുക്കാതെയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള റോംപർ. ഇത്രയും സാധനങ്ങളാണ്. ഞാൻ റിയലൈസ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഒരു കൊച്ചിൻ്റെ പേരിടല് നൂലുകെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം ആലോചിക്കുക ഡ്രസ്സ് വാങ്ങാനായിരിക്കും. എൻ്റെ അമ്മേ, ഇത് കുട്ടി 5 വയസ്സാകുമ്പോൾ ഇടാനുള്ള ഉടുപ്പാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഡോക്ടർ അനൂപ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എടാ, ഇതൊക്കെ എൻ്റെ കൊച്ച എപ്പോൾ ഇടൂടാ. ഇതിനകത്ത് ഒരാളും കൂടെ ഉണ്ട്. അയ്യോടാ, ഇത്രയും സാധനങ്ങളുണ്ടേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, മറ്റൊരു ഫ്രോക്ക് വന്നിരിക്കുന്നു. വീണ്ടും ഒരു ഫ്രോക്ക് വന്നിരിക്കുന്നു. ഇത് വാങ്ങിച്ചുകൊണ്ടുവന്ന ആരാണോ എന്തോ. കാരണം ഈ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ ഇടാനുള്ളത്, കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇടാനുള്ളത്, അങ്ങനെ പല പ്രായത്തിലുള്ള ഫ്രോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗിഫ്റ്റ് വന്നതും ആരാന്ന് എനിക്ക് അറിയാം. ഇത് വാവയെ നോക്കാനായിട്ട് ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട്, മിനി ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. മിനി ചേച്ചി പറഞ്ഞായിരുന്നു. ഓർക്കണ്ടല്ലോ അല്ലേ. ഇതിനെയൊക്കെ എടുത്ത് കളിപ്പിക്കാൻ എത്ര വയസ്സാവണവരെ നോക്കിയിരിക്കണോ എന്തോ. ഏതായാലും കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. താങ്ക് യു മിനി ചേച്ചി. ബൈ ലിഖിത. ലിഖിത എൻ്റെ ദൂരദർശൻ സുഹൃത്താണ്. ഈ പറഞ്ഞ പോലെ വളരെ തോട്ട്ഫുള്ളായിട്ട് അമ്മയ്ക്കുള്ളതും കുട്ടിക്കുള്ളതും വെവ്വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ഡി. ഇത് അമ്മയ്ക്കുള്ള ചുരിദാറ്. പിന്നെ ഇത് കുഞ്ഞിനുള്ള കുറേ ഉടുപ്പുകൾ. ലിഖിത ആക്ച്വലി പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലിഖിതയ്ക്ക് അറിയാം ഇപ്പം എന്തൊക്കെ വേണ്ടി വരുന്നു. അതുകൊണ്ട് മദർ സ്പർശൻ്റെ വെറ്റ് വൈപ്സ്, അതുപോലെ തലയിൽ വെക്കാനുള്ള ബോ. ഇത് സോക്സ്, മറ്റൊരു സോക്സ്, ഷൂസ്. എന്താ അല്ലേ, നല്ല രസമുണ്ട്. എന്തായാലും അങ്ങനെ. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രഗ്നൻ്റ് മദർ ഇത്തരം സാധനങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ട് നേരത്തെ ഗിഫ്റ്റായിട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. താങ്ക് യു മാൻ.
ഇത് ആരാണാവോ കൊണ്ടുവന്നത്? ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ബട്ടർഫ്ലൈ എന്നാണ് ഡ്രസ്സിൻ്റെ പേര്. ഇതാ, ഓ മൈ ഗോഡ്, മറ്റൊരു, അയ്യോ ഇതാരാ വാങ്ങിച്ചേ? ഈ ഉടുപ്പിന് എൻ്റെ വാവയുടെ അത്രയും തന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ. വാവ മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ. എന്തൊക്കെയല്ലേ പ്രിൻസസ് ഡ്രസ്. ഒരു ഉടുപ്പല്ല കേട്ടോ, ഇത് വേറെ ഏതാണ്ടാ. ഓ, ഇത് കുട്ടികൾ കളിക്കാനുള്ള എന്തോ ഒരു സാധനമാണ് കേട്ടോ. പസിൽ ഉണ്ടാക്കാനുള്ള 13 കളർഫുൾ ഷേപ്സ് പ്ലസ് ഒരു ഉടുപ്പ്. ഓ, ആദ്യമായിട്ട് വേറെ ആളൊരു വ്യത്യസ്തമായിട്ട് ചിന്തിച്ചല്ലോ, സന്തോഷമായി. ഗിഫ്റ്റ് ഇതിനകത്ത് കുട്ടിക്ക് ബുദ്ധി വളർച്ചയ്ക്ക് ഉണ്ടാവുള്ള എന്തോ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് നോക്കട്ടെ. എൻ്റെ അമ്മ, ഇത് കുട്ടിയുടെ അമ്മ ആദ്യം കളിച്ച് പഠിക്കണം, എന്നിട്ട് വേണം കുട്ടിയെ പഠിപ്പിക്കാനായിട്ട്. ഇത് എന്താ കളിക്കാൻ ഗെയിം എന്നൊക്കെ പിന്നെ നോക്കാം. എൻ്റെ കൂടെ ഒരു കുഞ്ഞു ഉടുപ്പും കൂടെ ഉണ്ട്. ഇതാ, പുറമേയുള്ള ഉടുപ്പിനേക്കാളും ഭംഗിയുള്ള കവർ കണ്ടോ? അല്ല, ഉടുപ്പ് ഭംഗിയുള്ളതാണോന്ന് അറിയില്ല, എന്നാലും നല്ല ഭംഗിയുള്ളൊരു കവർ. അത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ തോന്നി. ഇതെൻ്റെ കുഞ്ഞിനെ സ്റ്റൈലിഷ് ആയിട്ട് നടത്താനുള്ള, ഓ മൈ ഗോഡ്, ബീച്ച് വെയർ ഒക്കെയാണ് കേട്ടോ. ഇതാ മറ്റൊരു ഉടുപ്പ്. ഇനി ഞാനിങ്ങനെ ഉടുപ്പ് തുറന്ന് കാണിക്കേണ്ട ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ കണ്ട് മടുത്ത് കാണുമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് തുറന്നേക്കാം. ഓ, നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ്. അങ്ങനെ ഉടുപ്പുകളുടെ ആ ഒരു ബഹളം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ലാസ്റ്റ് ഇതാ ഇതും കൂടെ. ഇനി ഇതെന്താന്ന് നമുക്ക് നോക്കാം അല്ലേ? ആക്ച്വലി അടുത്ത ദിവസം ഞങ്ങൾക്ക് ട്രിവാൻഡ്രം വരെ ഒരു ഷൂട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകണമല്ലോ, കാർ സീറ്റ് വാങ്ങണമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നു. അപ്പോഴത്തേക്കും എന്താ സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജയന്തിന് പ്രത്യേകം താങ്ക്സ്. നല്ല ഭംഗിയുള്ള ഒരു കാർ സീറ്റാണ്, ബേബി ഹഗിൻ്റെ. നല്ല രസമുണ്ടല്ലേ, നോക്കൂ. അച്ചോ, ഇതിനകത്തിരുത്തി ഞങ്ങൾ ആദ്യത്തെ യാത്ര തിരുവനന്തപുരത്തേക്ക് അടുത്ത ദിവസം പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ ലാസ്റ്റ് ഗിഫ്റ്റും കൂടെ. പിന്നെ ഭാവിക്ക് കുറച്ച് ഗോൾഡൊക്കെ കിട്ടിയിരുന്നു, അതുകൂടെ ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരട്ടെ. ഇനി ലാസ്റ്റ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല. അതായത് ഇതൊരു കസ്റ്റമാണല്ലോ, അതായത് നമ്മൾ പേരിടൽ നൂലുകെട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു ചടങ്ങിനെ പ്രമാണിച്ച് അച്ഛൻ്റെ വീട്ടുകാർ അരഞ്ഞാണ് ഇടുക, അമ്മയുടെ വീട്ടുകാർ മാല ഇടുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ ആയിരുന്നു ഇത്. അരഞ്ഞാണം, ഇത് വാവയുടെ മാല. ഇതൊന്നും നമ്മൾ ഇടുമൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുന്നത്. ഇത് വാവയുടെ മുത്തശ്ശിയമ്മ, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ നൽകിയ വള. അതുപോലെ വാവയുടെ ഒരു ചേച്ചിയമ്മ, ലേഖ ചേച്ചി നൽകിയ വള. പിന്നെ വാവയുടെ മറ്റൊരു ചേച്ചിയമ്മ നൽകിയ വള, ലിഷ ചേച്ചി കേട്ടോ. പിന്നെ എൻ്റെ വല്യമ്മ നൽകിയ വള, വൈക്കത്തെ ചിറ്റ നൽകിയ വള. എനിക്കെല്ലാം അറിയാം ആക്ച്വലി. ഇത് വാവയ്ക്ക് വാവയുടെ അപ്പൂപ്പൻ ഇട്ട് കൊടുത്ത തള. പിന്നെ ഇനിയുണ്ട്, സാധനങ്ങൾ തീർന്നിട്ടില്ല. ഇത് വാവയുടെ അമ്മൂമ്മ ഇട്ട് കൊടുത്ത വള. പിന്നെ ഇത് വാവയുടെ രാഗി ആൻറ്റി ഇട്ട് കൊടുത്ത മോതിരം. അച്ചോടാ, കുഞ്ഞൊരു സാധനം. ഇനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഡോക്ടറുണ്ട്, കവിത ഡോക്ടർ. കവിത ഡോക്ടർ കറക്റ്റ് സമയത്ത് എത്തിയില്ല, ഒത്തിരി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വാവയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കോയിനാണ് ഇത്. ഇത്രയും സാധനങ്ങളും കൂടെ കിട്ടിയായിരുന്നു. ഇതോടുകൂടിയാണ് നമ്മൾ നൂലുകെട്ട് അല്ലെങ്കിൽ പേരിടിയിൽ വൈൻഡപ്പ് ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഷ്ടമുണ്ടോ? വളയിടുക, പാദസരം ഇടുക, അരഞ്ഞാണം ഇടുക, ഇല്ലേ? അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏതായാലും എത്രയും സാധനങ്ങളോട് കൂടി നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. ബൈ.